ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് അത്യാവശ്യം കൺസോൾട്ടേഷനാണ്. ഒരു സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇതിൽ വലിയ മൂവ്മെൻറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല. ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ്, ഒരു PE സൈഡ് മൂവ്മെൻറ്റ്, കണ്ടിന്യൂ മൂവ്മെൻറ്റ് കിട്ടിയേക്കണത്. തൽക്കാലം രാവിലെ ടു ഉച്ച വരെ ഉള്ള ആ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മൂവ്മെൻറ്റ് ഇല്ലാത്ത ടൈമാണ്. ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. രാവിലെ കിട്ടാത്തവരുണ്ട് എന്നല്ല പറയണത്. രാവിലെ നമുക്കും ട്രേഡ് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഒരു 10-10:20 ആയപ്പോഴാണ് ട്രേഡ് കിട്ടിയത്. അതിട്ട് 10-30 പോയിന്റ് പോയിട്ടുമുണ്ട്. പക്ഷെ അതിൻ്റെ കാര്യത്തിക്കൊക്കെ ഞാൻ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രൈക്കുകളുടെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മീൻസ് എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്, ഫ്രീ ചാനലുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാൻ നോക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ഫ്രീ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഫ്രീ നോക്കി ട്രേഡ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടെ വെച്ച് ഇത് സപ്പോർട്ട് ചെയ്യുക. ഇത് 24,500 P ആണ്. ഇത് ഫസ്റ്റ് ട്രേഡ് അല്ല കേട്ടോ. ഈ കാണുന്ന ട്രേഡ് ഫസ്റ്റത്തെ ട്രേഡ് അല്ല. ഇത് നമുക്ക് കാണാൻ പറ്റും 12 മണിക്ക് കിട്ടിയ ട്രേഡാണ്. സംഭവം ഫുൾ ടാർഗറ്റൊക്കെ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല. ഉള്ള കാര്യം പറയാമല്ലോ, എല്ലാവർക്കും ഈ ട്രേഡും ഇരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ലോട്ട് ഇപ്പോൾ ഓൾറെഡി നിങ്ങളൊരു 10-30 പോയിന്റ് പ്രോഫിറ്റ് കണ്ട് അത് അടിയിലേക്ക് പറഞ്ഞ നേരത്തെ ഓട്ടോമാറ്റിക്കലി പാനിക്കായി വിൽക്കും. വിൽക്കാത്തവരുണ്ടെങ്കിൽ മാത്രമുള്ള ഫുൾ ടാർഗറ്റ്. ബേസിക്കലി ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യണത് ഒരു വൺ വേയിലുള്ള ഫുൾ ടാർഗറ്റുകളാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുക. മുകളിലേക്ക് കയറിയിട്ട് ഒരു 20 പോയിന്റ് മുകളിൽ പോയിട്ട് അടിയിലേക്കൊന്ന് കോസ്റ്റ് അടിച്ചാൽ വരെ പിന്നെ നമ്മൾ സംസാരിക്കണതിൽ കാര്യമില്ല. ബേസിക്കലി ഈ ട്രേഡ് ഫുൾ ടാർഗറ്റാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് ഫുൾ ടാർഗറ്റാണ്. നമ്മുടെ ഈ ട്രേഡ് എടുത്ത ആൾക്കാർക്കും തോന്നുന്നുണ്ടാവും കയ്യിൽ നിന്ന് പോയി ചിലപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല. കോസ്റ്റ് ഹിറ്റായ ആൾക്കാരുണ്ടാവും, എൻഡ് കിട്ടാത്ത ആൾക്കാരുണ്ടാവില്ല. കോസ്റ്റ് ഹിറ്റായ ആൾക്കാരുണ്ടാവും, അത്രേ ഉള്ളൂ. SL എന്തായാലും പോകാനും ചാൻസ് ഇല്ല. അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എക്സിറ്റ് അടിച്ച ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 20 പോയിന്റ് എക്സിറ്റ് അടിച്ച ആൾക്കാരുണ്ടാവും, 30 പോയിന്റ് എക്സിറ്റ് അടിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ടാവും ഈ ഒറ്റ ട്രേഡിൽ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേയിലുള്ള പ്രോഫിറ്റുകളാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. അതായത് ക്യാൻഡിൽസ് ഉണ്ടായി പോവുകയാണെങ്കിൽ നേരെ ഉണ്ടായി പോയി കറക്റ്റ് 50 പോയിന്റ്സ് അടിക്കുക. അതൊക്കെയാണ് ഒരു ഫുൾ ടാർഗറ്റ്. കറക്റ്റ് വൺ വേയിലുള്ള ഫുൾ ടാർഗറ്റ് ഞാൻ വിചാരിക്കണം. ഇങ്ങനെ ഇരുന്ന് മുളപ്പിക്കേണ്ട ആവശ്യങ്ങളില്ല. മനസ്സിലായാലും നിങ്ങൾക്ക് അതിന് ഇരിക്കാനും പറ്റില്ല. അത് നിങ്ങളിപ്പോൾ എത്ര വലിയ ട്രേഡർ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കോസ്റ്റ് അടിച്ചു പോകും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് SL പിന്നെയും സാക്രിഫൈസ് ചെയ്ത് എനിക്ക് ഫുൾ ടാർഗറ്റ് വേണമെന്നുകൊണ്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. ജസ്റ്റ് പറഞ്ഞു പോയതാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് പാർഷ്യലായിട്ടുള്ള ഒരു പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതെനിക്കറിയാം. ഇനിയിപ്പോൾ അടുത്ത ലെവലെന്നൊക്കെ പറഞ്ഞാൽ 103 നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 103 ഇവിടെ ആക്റ്റീവ് തന്നെയാണ്. ആക്റ്റീവായ ടൈമാണ് ഇവിടുത്തെ പ്രശ്നം. 3:15 ആക്റ്റീവ് ആവണത്. അപ്പോൾ നിങ്ങളത് എടുക്കണ്ട, അത്ര ഉള്ളൂ കാര്യം. 3:15 ആക്റ്റീവായിട്ട് നമുക്ക് എപ്പോൾ പ്രോഫിറ്റ് കിട്ടാൻ അത്രയ്ക്ക് ചിന്തിക്കട്ടോ. കോമൺ സെൻസ് ആണ് അതൊക്കെ. 24,500 P ഈ ഒറ്റ ട്രേഡ് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് 80,000 P സെൻസസ് ആണ്. അത് തന്നെയാണ് നേരത്തെ നിഫ്റ്റി പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ്. കാര്യം 200 പോയിന്റ് ഫുൾ ടാർഗറ്റാണ്. പക്ഷെ നിങ്ങളുടെ എത്രത്തോളം വിൽ പവർ ഉണ്ടെന്ന് ചോദ്യമാണ്. മനസ്സിലായാലേ? നിങ്ങൾക്ക് ഈ ഒരു ഏരിയ വരെയൊക്കെയാണ് ഇരിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു വൺ വേ മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. 93 പോയിൻ്റൊക്കെയാണ് ഒരു വൺ വേ മൂവ്മെൻറ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റുക. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഫുൾ ടാർഗറ്റിലേക്ക് പോണത്. അതിരിക്കാൻ പറ്റില്ല എന്നല്ല, ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇരിക്കാം. അല്ലാത്തവർ ഈ സ്ട്രഗിളിങ് ആണ്, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ അങ്ങനെ പഠിച്ച് പോകുക, അത്ര ഉള്ളൂ കാര്യം ചെയ്യാനുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് 99% ആൾക്കാർക്ക് നടക്കില്ല. 1% ആൾക്കാർ അൾട്രാ ലെജൻഡ് ആയിരിക്കും. ഈ ട്രേഡിങ് മേഖലയിൽ അൾട്രാ ലെജൻഡ്സ് ആയവർക്കാണ് പറ്റുള്ളൂ. ബേസിക്കലി എനിക്കും പറ്റില്ല. മനസ്സിലായാലും നമ്മളെന്തിനാ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതെന്തായാലും കിട്ടും. പിന്നെ വേറെ കിട്ടും, ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്കറിയാമല്ലോ എവിടെയൊക്കെ ട്രേഡ് എടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷൻസ് എന്തായാലും ഇല്ല. പിന്നെ ഉണ്ടായിരുന്ന 24,650 C ആണ്. 24,650 C ഇതൊക്കെ പെയ്ഡ് രൂപയിൽ കിട്ടിയ ട്രേഡ്. നേരത്തെ കാണിച്ച 2 ഇതും ഈ 2 പെയ്ഡ് രൂപയിൽ കിട്ടിയതാണ് കേട്ടോ. ഫസ്റ്റ് ട്രേഡ് 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു 1 പോയിന്റ് 2 പോയിന്റ് വ്യത്യാസം കറക്റ്റ് ഇറങ്ങാൻ പറ്റും. ഇനി അത് SL അടിച്ചിട്ടുണ്ടെങ്കിൽ SL എന്ന് ഞാൻ പറയുള്ളൂ. അത് വേണമെങ്കിൽ ചിലവർക്ക് SL പോയിണ്ടാവാം, ഇല്ല ഞാൻ കുറ്റമൊന്നും പറയണില്ല. പക്ഷെ അത് അങ്ങനെയും ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, എക്സിറ്റ് അടിക്കുക, പ്രോഫിറ്റ് ഇല്ല. അത് തന്നെയാണ് ഇവിടെയും 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, എക്സിറ്റ് അടിക്കുക. ചിലപ്പോൾ ഒരു 4-5 പോയിന്റ് SL പോകും. അവിടെ 10 പോയിന്റ് SL അപ്പോഴും കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല. അത്ര ഞാൻ ഉദ്ദേശിക്കണുള്ളൂ. നമ്മൾ SL പോയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, അക്സെപ്റ്റബിൾ ആണ് കാര്യങ്ങൾ. പിന്നെ 80,400 C
10 മിനിറ്റിൽ അതൊരു പ്രോഫിറ്റിൽ തന്നെ നിൽക്കുക. ഞാൻ എപ്പോഴും 10 മിനിറ്റാണ് കണക്കാണ് പറയുന്നത്. എനിക്ക് 10 മിനിറ്റിൽ ഫുൾ ടാർഗറ്റ് വരണം എന്നുള്ളതാണ് എൻ്റെ കാര്യം. അല്ലെങ്കിൽ 10 മിനിറ്റിൽ 30 പോയിന്റെങ്കിലും വരണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് 10 മിനിറ്റിൻ്റെ ഒരു കണക്ക്. അത് SL സൈഡിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് എക്സിറ്റ് അടിച്ച് പോവാം. പ്രോഫിറ്റിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. കറക്റ്റായിട്ട് കേട്ടോ. SL എടുത്തിട്ട് കയറ്റി നിങ്ങൾ ബൈ പ്രൈസിൽ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയാണ് കോസ്റ്റ്. അത് നിങ്ങൾ ചെയ്യുക. 10 മിനിറ്റിന് ശേഷം പ്രോഫിറ്റിലാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ 80-400 ഒരു കോസ്റ്റ് ഒക്കെയാണ്. അതിലൊപ്പം ഒന്നും ചെയ്യാല്. പിന്നെ ഇതാണ് നമ്മുടെ ട്രേഡ് 24,550 24,550 ആണ് ഫ്രീ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയി എന്ന് പറഞ്ഞ ആകെ ഒരു ട്രേഡ്. ഈ ട്രേഡ് എടുത്തോളം ഉണ്ടാവും, മനസ്സിലായില്ലേ? ഈ ട്രേഡ് എടുത്തവരുണ്ടാവാം, പ്രോഫിറ്റ് വന്നവരുണ്ടാവാം, എല്ലാ കാറ്റഗറി പെട്ട ആൾക്കാർ ഇതിൽ വരും. ബേസിക്കലി ട്രേഡ് 30 പോയിൻ്റാണ്. ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ഇത്തിരി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 പോയിന്റ് ഈസി ആയിട്ട് കിട്ടും ഈ ഒറ്റ ട്രേഡിൽ. അതായത് 10-21 തുടങ്ങി 11-12 അവസാനിച്ചു. അതാണ് ഈ ട്രേഡിൻ്റെ ഒരു സംഭവം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ട്രേഡ് കിട്ടുമോ? അതാണ് ടോപ്പിക്ക്. ഇപ്പോൾ 85-30 എന്ന് പറഞ്ഞൊരു പ്രൈസാണ് ഞാൻ കൊടുത്തത്. കാര്യമായിട്ട് ട്രേഡ് ആക്ടിവേഷൻ നടന്നു. അവിടെ നമുക്ക് കാണാൻ പറ്റും റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ഗ്രീൻ ക്യാൻഡിലാണ് നമ്മുടെ എൻട്രി വരുന്നത്. ബേസിക്കലി ഈ എൻട്രി എടുക്കാൻ ചിലർക്ക് പറ്റില്ല. ഒന്നാമത്തെ തന്നെ നമ്മുടെ റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. അത് 5 പോയിന്റ് മുകളിലാണ് ഓപ്പൺ ആയിക്കണത്. അപ്പോൾ എല്ലാവരും ചാടിക്കറി എടുക്കുന്നതിന് നിർബന്ധമൊന്നുമില്ല. ഇനി എടുക്കില്ല എന്നും പറയാൻ പറ്റില്ല. ഇതിനൊരു 50-50 ആൾക്കാരാണ് ഉണ്ടാവുക, ബയേഴ്സാണ് ഉണ്ടാവുക. 50 എന്തായാലും എടുക്കില്ല. അങ്ങനെ കറക്റ്റ് നോക്കിയിരിക്കുന്ന ആൾക്കാർ, ലിമിറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ SL സൈഡ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്രയും SL സൈഡ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇത് എടുക്കില്ല. ബാക്കിയുള്ള അവരുടെ അടുത്തല്ല സംസാരിക്കണത്. ഞാൻ ബാക്കി എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾ 50% ആൾക്കാർ ഇത് എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ ക്യാൻഡിലാണ് എൻട്രി എടുക്കാൻ പറ്റുക. മേ ബി നിങ്ങൾക്ക് 5 പോയിന്റ് കിട്ടാം, 6 പോയിന്റ് കിട്ടാം, 7 പോയിന്റ് കിട്ടാം. അങ്ങനെയൊക്കെ കിട്ടുക. അങ്ങനെ എടുത്ത് നിങ്ങൾ ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് SLലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് SL ആവും. അതായത് 10 പോയിന്റ് നിങ്ങൾ ഇവിടെ നിന്ന് ഇട്ട് ഈസി ആയിട്ട് അടിച്ച് പോകാൻ 5 മിനിറ്റിന് ടൈം കൊടുക്കാന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി മോളിക്ക് പോയി തിരിച്ച് വരും ലിമിറ്റിലേക്ക്. എന്നിട്ട് എടുത്തിട്ട് മോളിക്ക് പോവുക. അതാണ് ഇത്തിരി എളുപ്പം. ഒരു 7 പോയിന്റ് 10 പോയിന്റ് വ്യത്യാസം എടുക്കണം ഞാൻ പറയണില്ല ആരുടെ അടുത്തും. 2 പോയിന്റ് 1 പോയിന്റ് വ്യത്യാസമൊക്കെ എടുത്ത് പഠിക്കുക. അതാണ് ഏറ്റവും സേഫ്. നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമേ യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് പഠിക്കുക. ഇത് എടുക്കണത് തെറ്റ് ഞാൻ പറയണില്ല. ഒരു ട്രേഡ് നമുക്ക് റെഡ് ക്യാനിലൂടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാനിലോട്ട് അതിൻ്റെ റണ്ണ് തുടങ്ങും. അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു തിയറി, മനസ്സിലായില്ലേ? പക്ഷേ എത്രത്തോളം SL കുറയ്ക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ ട്രേഡ് എടുക്കുക, പ്രോഫിറ്റ് എടുക്കുക, കറക്റ്റ് ട്രേഡാണ്, 100% പെർഫെക്റ്റ് ട്രേഡാണ്. അല്ലാതെ പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മളവിടെ ഇത്തിരി കൺട്രോൾ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർ ഞാൻ പറയണില്ല. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണത് 30 പോയിന്റ് കേട്ടോ. ചിലർക്ക് 10 പോയിന്റ് കിട്ടിയാൽ മതി, ചിലർക്ക് 20 പോയിന്റ് കിട്ടിയാൽ മതി. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ട്രേഡാണ് കിട്ടിയത്. ടോട്ടൽ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. പിന്നെ ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ CMB നമുക്ക് SL അടിച്ചിട്ടുണ്ട്. റീ എൻട്രി ഒരു 15 പോയിന്റ് ഇപ്പോൾ റണ്ണിങ് ആണ്. അത്രേ പറയാനുള്ളൂ. ക്രൂഡ് ഓയിലിൽ മൂവ്മെൻ്റ് ഒന്നും കാണാനില്ല. 54+ ഉണ്ട്. കാര്യം നമ്മളതിൻ്റെ ഇടയിലാണ് ട്രേഡ് കൊടുത്തത്. അപ്പം അതുകൊണ്ടാണ് ഈ 2 SL വന്നത് അതിൽ. പക്ഷേ റീ എൻട്രിയിൽ എടുത്തവരുണ്ടെങ്കിൽ ഒരു ചാൻസ് കിട്ടും നമുക്ക് റിക്കവർ ആക്കാൻ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി എക്സ്പയറി മാറ്റിയേക്കാണ്. ചൊവ്വാഴ്ചയ്ക്ക് കൊണ്ടുവന്നേക്കാണ് നിഫ്റ്റി വീക്കിലി എക്സ്പീരിയൻസ്. സെൻസസ് വീക്കിലി എക്സ്പീരിയൻസ് വ്യാഴാഴ്ചയ്ക്ക് മറിയേക്കാണ്. 2 അങ്ങോട്ടും തലയിരിച്ചിട്ടുണ്ട്. എന്താണ് സെബി ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവണില്ലേ? അവരെന്തൊക്കെയോ പുതുമ കാണുന്നുണ്ട്. പക്ഷെ കാര്യമില്ലേ ആ പരിപാടിയൊന്നും. ആ ബാങ്ക് നിഫ്റ്റിനെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെയും ലാഭമുണ്ട്. അല്ലാണ്ട് നിഫ്റ്റീനെ അങ്ങോട്ട് തലയിരിച്ചിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു വീക്കിലിലേക്ക്. എൻ്റെ ഭാഗത്തുനിന്ന് സജഷനാണ് കേട്ടോ. ബാങ്ക് നിഫ്റ്റിനെ മന്തിരയിലും കൊണ്ടിട്ട് പ്രീമിയം കൂട്ടിയിട്ടു സുഖമായി. ഇപ്പം നിഫ്റ്റിയും സെൻസസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടുകൊണ്ടിരിക്കുക. വീക്കിൽ തന്നെയാണുള്ളത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിടാം. BSE NSE തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. അത് നമുക്കൊന്നും ചെയ്യാതെ നമ്മൾ കണ്ടാൽ മതി കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ ലിങ്കുകൾ, ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ആൾക്കാർക്ക് എത്തിയാലാണ് നമുക്ക് ഫ്രീ ഗ്രൂപ്പ് നടത്തുന്നതിൽ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.